നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് 4 ഗ്രഹങ്ങളുടെ സംയോജനം മൂലം ഉണ്ടാകാൻ പോകുന്ന ചതുർഗ്രഹീ യോഗത്താൽ ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന രാശിക്കാരെ കുറിച്ചാണ്. പ്രത്യേകിച്ച് 2025 ശനിമാറ്റവും വ്യാഴമാറ്റവും ഒക്കെ വരുമ്പോൾ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നവർക്ക് ഈ ഒരു ചതുർഗ്രഹീ യോഗത്താൽ ഒരു പരിധിവരെ അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ബുധൻ, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ എന്നിവർ ഒരേ രാശിയിൽ പ്രവേശിക്കുമ്പോഴാണ് ചതുർഗ്രഹീ യോഗം രൂപപ്പെടുന്നത്. അതിനാൽ വേദജ്യോതിഷത്തിൽ ഈ യോഗത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിലവിൽ സൂര്യനും ശുക്രനും കുംഭത്തിലാണ് നിൽക്കുന്നത്. ബുധൻ ഫെബ്രുവരി 11 കുംഭത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ചന്ദ്രൻ ഫെബ്രുവരി 27 കുംഭത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ 4 ഗ്രഹങ്ങളുടെയും കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ രാശിക്കാരാണ് കുംഭം രാശിക്കാർ. ചതുർഗ്രഹീ യോഗം രൂപപ്പെടുന്നത് 4 ഗ്രഹങ്ങൾ കുംഭം രാശിയിൽ സംയോജിക്കുന്നതിനാലാണ്. അതിനാൽ തന്നെ കുംഭം രാശിക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി ഈ രാശിക്കാർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. പ്രണയ സാഫല്യം ഉണ്ടായിരിക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയുന്നതാണ്. ദാമ്പത്യത്തിൽ സ്നേഹം വർദ്ധിക്കുന്നതാണ്. കടബാധ്യതകൾ കുറയുന്നതായിരിക്കും. കഷ്ടകാലം അകലുന്നത് ജോലിയിൽ ഉയർച്ച ലഭിക്കാൻ ഇടയാക്കും. ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. മക്കൾ വഴി സൗഭാഗ്യങ്ങൾ വീടിൻ്റെ പടികടന്ന് എത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഒരുപാട് നാളായിട്ട് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടി ആ വീട്ടിൽ വീണ്ടും സന്തോഷമൊക്കെ വരാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഈ ചതുർഗ്രഹീ യോഗത്താൽ സുഖം അനുഭവിക്കാൻ പോകുന്ന രാശിയാണ് മേടം രാശി. മേടം രാശിയുടെ 11ാം ഭാവത്തിലേക്കാണ് ചതുർഗ്രഹീ യോഗം രൂപപ്പെടുന്നത്. 11ാം ഭാവം എന്ന് പറയുന്നത് സർവ്വ ആഭിഷ്ടങ്ങളുടെ സ്ഥാനമാണ്. അതിനാൽ മേടം രാശിക്കാർക്കും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയരാകുന്നതായിരിക്കും. വിദേശത്ത് പഠിക്കാൻ പോകുവാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് ബിസിനസ് ഉള്ളവർക്ക് നേട്ടങ്ങൾ ഒരുപാട് ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. കഷ്ടകാലം ഈ രാശിക്കാരിൽ നിന്നും അകലുന്നതായിരിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് മേടൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കം വരികയാണ് മാർച്ച് 29 തൊട്ട്. അപ്പോൾ ഈ ചതുർഗ്രഹീ യോഗത്താൽ ഇവർക്ക് ഒരു പരിധിവരെ ആ ഒരു പ്രശ്നം മറികടന്ന് ജീവിതത്തിൽ സൗഭാഗ്യം നിലനിർത്താൻ സാധിക്കുന്നതാണ്. ഇനി ഈ ചതുർഗ്രഹീ യോഗത്താൽ സൗഖ്യം ലഭിക്കാൻ പോകുന്ന 3ാമത്തെ രാശിയാണ് ധനുരാശി. ധനുരാശിക്കാർക്കും ചതുർഗ്രഹീ യോഗത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിച്ച ഒട്ടനവധി കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും ഇല്ലാതാകുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ യോഗം ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് കുറേ നാളുകളായിട്ട് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും വിദേശത്ത് പഠനത്തിന് പോയി അവിടെ ഒരു താൽക്കാലിക ജോലിയും കൂടെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തികമായി മുന്നേറ്റത്തിനായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. ചതുർഗ്രഹീ യോഗത്താൽ നേട്ടങ്ങൾ പലതും ജീവിതത്തിലേക്ക് വന്നെത്തുന്നതാണ്. സാമ്പത്തികമായി ഇവർക്ക് ഒരുപാട് മുന്നേറ്റം ലഭിക്കുന്നതാണ്. മൾട്ടിപ്പിൾ സോഴ്സിലൂടെയൊക്കെ പണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ ഉയർച്ച ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു ചതുർഗ്രഹീ യോഗം വരുന്ന സമയം വളരെയധികം ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുക. പ്രത്യേകിച്ച് ജോലിയിലൊക്കെ ആണെങ്കിൽ ഈ മാർച്ച് മാസങ്ങളിലായിരിക്കും അവരുടെ ശമ്പള വർധനമൊക്കെ വരുന്നത്. ആ സമയത്ത് ഈ ഒരു യോഗത്തെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഒരു രാജാവിനെ പോലെ വാഴാനുള്ള യോഗവും ധനുരാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. വിദ്യയിൽ ശോഭിക്കാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്.